ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ആൻസർ ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൻട്രലൈസ്ഡ് എൻട്രൻസ് ടെസ്റ്റ് ആയിട്ടുള്ള CUCET എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ഇന്റഗ്രേറ്റഡ് MA ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആണ് സബ്ജക്ട് വരുന്നത്. ഇതിൽ 100 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 400 മാർക്കാണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ചാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റി കഴിഞ്ഞാൽ മൈനസ് മാർക്ക് 1 ആണ് വരുന്നത്. അപ്പോൾ 4 മാർക്ക് ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിന് വരുന്നത്. മൈനസ് മാർക്ക് എത്രയാണ്? 1 ആണ് വരുന്നത്. ഓക്കെ, ദെൻ 2 മണിക്കൂറാണ് എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആൻസർ ചെയ്യാം. ഇത് ഏപ്രിൽ 2025 നടന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ഇതുപോലെ മുമ്പും മറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്ത് ഈ ഒരു ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം, അത് വീഡിയോസ് എടുത്ത് കാണാം. പിന്നെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എ ഗുഡ് ഈസ് ദ ടൈം lost in finding it, the quantity of other good sacrificed to get another unit of that good, expenditure on the good, the loss of the interest in using savings. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഗുഡിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്? ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് ഒരു ഗുഡ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം ലോസ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് അതർ ഗുഡ് സാക്രിഫൈസ് ടു ഗെറ്റ് അനദർ യൂണിറ്റ് ഓഫ് ദാറ്റ്. അപ്പോൾ ഒരു ഗുഡ് അതായത് ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മറ്റൊരു ഗുഡ് നമ്മൾ എന്ത് ചെയ്യുക, സാക്രിഫൈസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി. ഓപ്ഷൻ ബി, എക്സ്പെൻഡിച്ചർ ഓൺ ദ ഗുഡ്. അപ്പോൾ ആ ഒരു ഗുഡിലെ എക്സ്പെൻഡിച്ചർ, ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ യൂസിങ് സേവിങ്സ്. സോ അപ്പോൾ സേവിങ്സ് യൂസ് ചെയ്യുന്നതിനകത്തുള്ള ലോസ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതിൽ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള വരുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി, ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എ ഗുഡ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് അതർ ഗുഡ് സാക്രിഫൈസ് ടു ഗെറ്റ് അനദർ യൂണിറ്റ് ഓഫ് ദാറ്റ് ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? സർപ്ലസ് അല്ല. സോ അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ മറ്റൊരു ഗുഡ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, മറ്റൊരു ഗുഡിന്റെ പ്രൊഡക്ഷൻ. സോ അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത്, ഇൻ എ ഫ്രീ മാർക്കറ്റ് ഡാഷ് ഗവൺമെന്റ്സ് ഇന്റർവെൻ, governments plan production, governments interfere, prices adjust to reconcile scarcity and desires. അപ്പോൾ ഒരു ഫ്രീ മാർക്കറ്റിൽ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യും, ദെൻ ഗവൺമെന്റ് എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യും, അത് ഗവൺമെന്റ് ഇന്റർവെൻ ചെയ്യും. ദെൻ വേറെ ഓപ്ഷൻ വരുന്നത് പ്രൈസസ് അഡ്ജസ്റ്റ് ടു റിക്കൺസൈൽ സ്കാർസിറ്റി ആൻഡ് ഡിസൈർ. അപ്പോൾ എന്ത് ചെയ്യും, സ്കാർസിറ്റി അതുപോലെ തന്നെ ഡിസൈർസ് ഒക്കെ റിക്കൺസൈൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഗവൺമെന്റ് ഒരു ഫ്രീ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രൈസസ് അഡ്ജസ്റ്റ് ടു റിക്കൺസൈൽ സ്കാർസിറ്റി ആൻഡ് ഡിസൈർസ്. അപ്പോൾ ഇൻ എ ഫ്രീ മാർക്കറ്റ് ഗവൺമെന്റ് പ്രൈസസ് അഡ്ജസ്റ്റ് ടു റിക്കൺസൈൽ സ്കാർസിറ്റി ആൻഡ് ഡിസൈർസ്. അടുത്ത ക്വസ്റ്റ്യൻ, മാക്രോ എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് ഡാഷ് ഇൻഡിവിജ്വൽ ബിൽഡിംഗ് ബ്ലോക്സ് ഇൻ എക്കോണമി, the relationship between different sectors of the economy, household purchase decisions, economy as a whole. അപ്പോൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തിന്റെ സ്റ്റഡി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ വരുന്നത് ഇൻഡിവിജ്വൽ ബിൽഡിംഗ് ബ്ലോക്സ് ഇൻ ദ എക്കോണമി. അപ്പോൾ എക്കോണമിയിലെ ഇൻഡിവിജ്വൽ ബിൽഡിംഗ് ബ്ലോക്സ് എന്നാണ് പറഞ്ഞത്. അടുത്തത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് എക്കോണമി. അപ്പോൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്കണോമിക്സിലെ ഡിഫറെന്റ് സെക്ടേഴ്സിന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ളതാണ് പറയുന്നത്. അതിന്റെ അടുത്തത് ഹൗസ് ഹോൾഡ് പർച്ചേസ് ഡിസിഷൻ, അതാണ് മാക്രോ എക്കണോമിക്സ് പറയുന്നത്. അതായത് പിന്നെ വരുന്നത് എക്കോണമി ആസ് എ ഹോൾ. ഇതിനകത്ത് ഏതാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ദി എക്കണോമി ആസ് എ ഹോൾ. അപ്പോൾ മാക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, +2 നമുക്ക് വരുന്ന സബ്ജക്ട്സ് ആണ്. സോ അറിയുന്നു വിചാരിക്കുന്നു. അടുത്തത്, ഇഫ് യുവർ ഇൻകം ഡ്യൂറിങ് 1 year ഈസ്, ഇപ്പൊ ഇവിടെ ഒരു സിമ്പിൾ തന്നിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ അതിനെ റുപ്പീന്ന് വിളിക്കാം. സോ അല്ലെങ്കിൽ ഇപ്പൊ 10,000 and the following year is 12,000, then it has grown by 20%, 2%, 12%, 16%. അപ്പോൾ ഇൻകം, യുവർ ഇൻകം ഡ്യൂറിങ് 1 year is, അപ്പോൾ ഒരു വർഷത്തെ നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് 10,000 ആണ്. ഫോളോയിങ് ഇയർ ഇറ്റ് ഈസ് 12,000, then it has grown by.
അപ്പോൾ ഒരു വർഷം 10,000 അടുത്ത വർഷം 12,000 എങ്കിൽ നിങ്ങളുടെ എന്താണ് വരുമാനത്തിലുള്ള ഗ്രോത്ത് അതിന്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലേതായിരിക്കും ഓപ്ഷൻ വരുന്നത്? അപ്പൊ അതില് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഗ്രോത്ത് വരുന്നത് എന്താണ്, ചേഞ്ച് വരുന്നത് 2,000. ദെൻ അപ്പൊ നമ്മൾ എങ്ങനെ കണക്കാക്കുക? ഈ വർഷത്തിന് അല്ലെങ്കിൽ ബേസ് ഇയറിന് വെച്ചിട്ടാണ് കണക്കാക്കുക. സോ അപ്പോൾ 10,000-ന് 2,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 20% ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. If the diagram of a line shows that lower values on vertical scale are associated with higher values on horizontal scale, this is an example of a non-linear relationship, a positive linear relationship, a scatter diagram, and a negative relationship. അപ്പോൾ ഇതിനകത്ത് ഒരു ഡയഗ്രത്തിന്റെ കേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഡയഗ്രം എന്ന് വരച്ച് നോക്കാം. എ ഡയഗ്രാം ഷോസ് ദ ലൈൻ ഷോസ് ദാറ്റ് ദ ലോവർ വാല്യൂസ് ഓൺ വെർട്ടിക്കൽ സ്കെയിൽ ആർ. അപ്പോൾ വെർട്ടിക്കൽ സ്കെയിലിലെ ലോവർ വാല്യൂസ് are associated with the higher values on the horizontal line. അപ്പോൾ ഇതെന്തിന്റെ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്? അങ്ങനെ ആയിരിക്കും. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് the equilibrium price clears the market. It is the price at which everything is sold. Buyers spend all their money. Quantity demanded equals quantity supplied. Excess demand is zero. C and D. The equilibrium price clears the market. It is the price at which മാർക്കറ്റ് ക്ലിയർ ചെയ്യുന്ന ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്? അപ്പൊ എല്ലാം വിറ്റുപോകുന്ന പ്രൈസ്, അല്ലെങ്കിൽ ബയർ സ്പെൻഡ് ഓൾ ദെയർ മണി. അപ്പൊ ബയർ അവരുടെ എന്ത് ചെയ്യുക, മൊത്തം മണി എന്ത് ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്ന പ്രൈസ്. അടുത്തത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽസ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. അപ്പൊ ഡിമാൻഡും സപ്ലൈയും സെയിം ആവുന്ന കേസ്. എക്സസ് ഡിമാൻഡ് ഈ സീറോ. എക്സസ് ഡിമാൻഡ് ഇല്ല. ഓപ്ഷൻ സി ആൻഡ് ഡി. അടുത്ത ഇ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. സോ ഇപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഇ ആണ്, അതായത് സി ആൻഡ് ഡി. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈക്വൽ ക്വാളിറ്റി സപ്ലൈഡ് ആൻഡ് എക്സസ് ഡിമാൻഡ് ഈസ് സീറോ. അപ്പോൾ എക്സസ് ഡിമാൻഡ് ഇല്ല. അതേപോലെ തന്നെ എന്താണ്, സപ്ലൈയും ഡിമാൻഡും എന്താണ്, തുല്യമാണ്. ഓക്കെ, ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുമ്പോൾ അതാണ്. അടുത്ത ചോദ്യം, എ ഡിമാൻഡ് കർവ് ക്യാൻ ഷിഫ്റ്റ് ബിക്കോസ് ഓഫ് ചേഞ്ചിങ് ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ്, ഓൾ ഓഫ് ദ എബവ്. അപ്പോൾ നമ്മുടെ ഡിമാൻഡ് കർവ് എപ്പോഴാണ് ചേഞ്ച് ചെയ്യാന്നുള്ളത്? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ബിക്കോസ് ഓഫ് ചേഞ്ചിങ്. അപ്പൊ ഇൻകം ചേഞ്ച് ചെയ്യുമ്പോഴാണോ, പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് ഗുഡിന്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോഴാണോ, അതോ ടേസ്റ്റ്, അതായത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണല്ലോ നമ്മൾ എന്ത് ചെയ്യുക, ഗുഡ്സ് പർച്ചേസ് ചെയ്യുക. സോ അപ്പൊ അതാണോ, ഓൾ ഓഫ് ദി എബവ് ആണോ? സോ അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി എബവ് ആണ്. ഇപ്പൊ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യും ആയിരിക്കും. അപ്പൊ ഇത് തന്നിട്ടുള്ള എല്ലാ കേസിലും എന്ത് ചെയ്യും, ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യും. If the price increase, അടുത്ത ചോദ്യം, if a price increase of a good increase the quantity demanded of good B, then B is A. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, കോംപ്ലിമെന്ററി ഗുഡ്, ബാർഗെയിൻ, ഇൻഫീരിയർ ഗുഡ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ പ്രൈസ് ഇൻക്രീസ് ഓഫ് ഗുഡ് എയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഗുഡ് ബി, ദെൻ ഗുഡ് ബി ഈസ് എ. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ് എയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ബി എന്ന് പറയുന്ന ഗുഡിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ഗുഡ് ആയിരിക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണോ, കോംപ്ലിമെന്ററി ഗുഡ് ആണോ, ബാർഗെയിൻ ഗുഡ് ആണോ, ഇൻഫീരിയർ ഗുഡ് ആണോ? ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആണ്. അപ്പോൾ ഒരു കമ്മോഡിറ്റി, മാർക്കറ്റിലുള്ള ഒരു കമ്മോഡിറ്റിയുടെ എന്ത് ചെയ്യുക, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എന്താണ്,
മറ്റൊരു കമ്മോഡിറ്റി ബി എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ആണ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ എനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫുഡ് ആയിരിക്കും എന്ത്? ബി എന്ന് പറയുന്ന ഫുഡ്. ഓക്കെ, സോ ഇറ്റ്സ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫുഡ്. അടുത്തത് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷേഴ്സ് ഡാഷ് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഹൗ ഫാർ എ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് എ ചേഞ്ച് ഇൻ പ്രൈസ്, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. സോ ഇപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷേഴ്സ്, അപ്പോൾ ഡിമാൻഡിന്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്തിനെ മെഷർ ചെയ്യുന്നു ചോദിക്കുന്നത്. അടുത്തത് ദ റെസ്പോൺസീവ്, അതിന്റെ ഓപ്ഷൻസ് വരുന്നത് എങ്ങനെയാണ്? റെസ്പോൺസീവ്നെസ് ടു ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടു എ ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പൊ പ്രൈസിലുള്ള ചേഞ്ചിനനുസരിച്ച് എന്താണ്? ക്വാണ്ടിറ്റിയിലുള്ള ഡിമാൻഡിന്റെ റെസ്പോൺസീവ്നെസ് ആണ്. അടുത്തത് ഹൗ ഫാർ എ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ്, അപ്പൊ ഡിമാൻഡ് കർവ് എത്രത്തോളം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അതേപോലെ ചേഞ്ച് ഇൻ പ്രൈസ്, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പൊ ഇതിനകത്ത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ദ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പൊ ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷേഴ്സ് ദി റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു എ ചേഞ്ച് ഇൻ പ്രൈസ്. അടുത്ത ചോദ്യം 10ാമത്തെ. ഇൻഫീരിയർ ഗുഡ്സ് ഹാവ് ഡാഷ് ആൻഡ് ലക്ഷറി ഗുഡ്സ് ഹാവ് ഡാഷ്. അപ്പോൾ ഇൻഫീരിയർ ഗുഡ്സിനും ലക്ഷറി ഗുഡ്സിനും ഉള്ളത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റീസ്. ഇൻകം ഇലാസ്റ്റിസിറ്റീസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അടുത്തത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1, നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റീസ്, പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റീസ്, നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റീസ്, നൺ ഓഫ് ദി അബോവ്. ഇതിനകത്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. Inferior good have dash, that is inferior good have negative income elasticities and luxury goods have income elasticities greater than 1. അടുത്തത് extra utility from consuming one more unit of a good is called marginal utility, additional utility, surplus utility, bonus utility. അപ്പോൾ നമ്മൾ അതായത് ഒരു ഗുഡിനെ 1 യൂണിറ്റ്, അതായത് 1 യൂണിറ്റ് നമ്മൾ എക്സ്ട്രാ കൺസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? മാർജിനൽ യൂട്ടിലിറ്റി എന്നാണോ, അഡീഷണൽ യൂട്ടിലിറ്റി എന്നാണോ, സർപ്ലസ് യൂട്ടിലിറ്റി എന്നാണോ, ബോണസ് യൂട്ടിലിറ്റി എന്നാണോ? ഓക്കെ, സോ അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് പറയുക. നമ്മൾ ഒരു ഗുഡിന്റെ എക്സ്ട്രാ 1 യൂണിറ്റ് എക്സ്ട്രാ 1 യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ. The increase in total cost when one more unit is produced is known as. അപ്പോൾ അതായത് മാർജിനൽ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റിനകത്തുള്ള ഇൻക്രീസ് when one more യൂണിറ്റ്, അതായത് ഒരു ഗുഡ് എന്ത് ചെയ്യുക? ഒരു ഗുഡിനെ ഒറ്റ യൂണിറ്റ് നമ്മൾ അധികം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റിൽ വരുന്ന ചേഞ്ച്, ഇൻക്രീസിനെ നമ്മൾ എന്താ പറയുക? മാർജിനൽ കോസ്റ്റ് എന്നാണോ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണോ, ലിമിറ്റഡ് കോസ്റ്റ് എന്നാണോ, ആവറേജ് കോസ്റ്റ് എന്നാണോ? സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇറ്റ്സ് മാർജിനൽ കോസ്റ്റ്. അപ്പോൾ 1 യൂണിറ്റ് എക്സ്ട്രാ കൺസ്യൂം ചെയ്യുന്നതിന് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. ദെൻ എക്സ്ട്രാ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസിനെ നമ്മൾ എന്തെന്ന് പറയും? മാർജിനൽ കോസ്റ്റ് എന്ന് പറയും. എ കോമ്പറ്റേറ്റീവ് ഫേം പ്രൊഡ്യൂസസ് എ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അറ്റ് വിച്ച് ഡാഷ് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ കോസ്റ്റ്, പ്രൈസ് ഈക്വൽസ് മാർജിനൽ കോസ്റ്റ്, പ്രൈസ് ഈസ് ലെസ് ദാൻ മാർജിനൽ കോസ്റ്റ്, നൺ ഓഫ് ദി അബോവ്. ഒരു കോമ്പറ്റേറ്റീവ് ഫേം ഔട്ട്പുട്ട് ലെവൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് പ്രൈസിനായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാർജിനൽ കോസ്റ്റിനേക്കാളും കൂടിയ വിലയ്ക്കായിരിക്കും, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിന് തുല്യമായ വിലയ്ക്ക്, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിനേക്കാളും താഴെയുള്ള ഒരു വിലയ്ക്ക് നൺ ഓഫ് ദി അബോവ്. ഏതായിരിക്കും അതിന് ആൻസർ വരുന്നത്? പ്രൈസ് ഈക്വൽസ് ദി മാർജിനൽ കോസ്റ്റ്. ഓക്കെ, അടുത്തത് എ നാച്ചുറൽ മോണോപ്പൊളി has a declining dash over a large range of output. Long run marginal cost, short run marginal cost, long run average cost, long run marginal cost. അപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള മോണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒറ്റ ആളെ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ? ഗുഡ്സ് സെല് ചെയ്യാനുണ്ടാവുള്ളൂ. ഡിക്ലൈനിങ് ഓവർ ഡാഷ് ഓവർ എ ലാർജ് റേഞ്ച്. അപ്പോൾ എന്ത് ചെയ്യുക?
ഒരു നാച്ചുറലി എന്ത് ചെയ്യാം, മോണോപ്പൊളി ഡിക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യാം. ഓർ ലാർജ് റേഞ്ച് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ അത് ഏത് കണ്ടീഷനിലാണ്? ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ആണോ, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ആണോ, ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആണോ, ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ആണോ? അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ലോങ് റൺ ആവറേജ് കോസ്റ്റ്, ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, the prisoner's dilemma game demonstrates that players are better off to act independently. Monopoly is better than competition. People will always cheat. Players are better off if they cooperate. അപ്പോൾ ഇതിൽ പ്രിസണേഴ്സ് ഡയലമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഗെയിം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലേയേഴ്സ് ആർ ബെറ്റർ ഓഫ് ടു ആക്ട് ഇൻഡിപെൻഡന്റ്ലി. അപ്പോൾ ഇൻഡിപെൻഡന്റ്ലി ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരിക്കും എന്ത് പ്ലേയേഴ്സ് ബെറ്റർ ഓഫ് ദൻ. മൊണോപ്പൊളി ഈസ് ബെറ്റർ ദൻ കോമ്പറ്റീഷൻ. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനേക്കാളും നല്ലത് എന്താണ്? മൊണോപ്പൊളി ആണ്. ദെൻ അടുത്തത് പീപ്പിൾ വിൽ ഓൾവേസ് ചീറ്റ്. അപ്പോൾ ദെൻ അടുത്തത് പ്ലേയേഴ്സ് ആർ ബെറ്റർ ഓഫ് ഇഫ് ദേ കോപ്പറേറ്റ്. അപ്പോൾ കോപ്പറേറ്റ് ചെയ്യുമ്പോഴായിരിക്കും എന്ത് പ്ലേയേഴ്സ് ബെറ്റർ ആവും. ഇതിന്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പ്ലേയേഴ്സ് ആർ ബെറ്റർ ഓഫ് ഇഫ് ദേ കോപ്പറേറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an allocation in Pareto efficiency if no allocation of resource would make some people dash without making others worse off or worse off, better off, worse off, equal, unequal. An allocation in Pareto efficient if no reallocation of resource would make some people dash without making others. So ഇപ്പോൾ പാരേറ്റോ എഫിഷ്യന്റില് എന്താണ്? അപ്പോൾ എന്താണ് റിയലൊക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാരേറ്റോ എഫിഷ്യന്റ് അലൊക്കേഷനകത്ത് എന്ത് സംഭവിക്കുന്ന ചോദിക്കുന്നത്. would make some people, ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബെറ്റർ ഓഫ് വേഴ്സ് ഓഫ്. some people better off without making others worse off. A good example of a public good is public transport, the National Health Service, National Defense, Rail Transport. അപ്പോൾ പബ്ലിക് ഗുഡ് എന്നുള്ളതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പബ്ലിക് ട്രാൻസ്പോർട്ട് ആണോ, നാഷണൽ ഹെൽത്ത് സർവീസ് ആണോ, നാഷണൽ ഡിഫൻസ് ആണോ, റെയിൽ ട്രാൻസ്പോർട്ട് ആണോ? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്നത് നാഷണൽ ഡിഫൻസ് ആണ് പബ്ലിക് ഗുഡിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ വരുന്നത്. അടുത്തത് റിയൽ GNP മെഷേഴ്സ് ഇൻകം including non-market activities adjusted for inflation, including externalities, including tax evasion. അപ്പോൾ ഗ്രോസ് നെറ്റ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഗ്രോസ് നെറ്റ് പ്രൊഡക്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ. അടുത്തത് ബൈ റെസ്ട്രിക്റ്റിംഗ് ലേബർ സപ്ലൈ a trade union can dash and dash. അപ്പോൾ ലേബർ സപ്ലൈ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് ഒരു ട്രേഡ് യൂണിയന് എന്ത് ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചിട്ടുള്ളത്. ഇൻക്രീസ് ദ വേജ് ആൻഡ് ഇൻക്രീസ് എംപ്ലോയ്മെന്റ്, മെയിൻറ്റെയിൻ ദ വേജ് ആൻഡ് ഇൻക്രീസ് എംപ്ലോയ്മെന്റ്, ഇൻക്രീസ് ദ വേജ് ആൻഡ് ലോവർ എംപ്ലോയ്മെന്റ്, മെയിൻറ്റെയിൻ ദ വേജ് ആൻഡ് ലോവർ എംപ്ലോയ്മെന്റ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ദ വേജ് ആൻഡ് ലോവർ എംപ്ലോയ്മെന്റ്. സോ ഇപ്പോൾ ബൈ റെസ്ട്രിക്റ്റിംഗ് സപ്ലൈ labor supply, a trade union can increase the wage and lower employment. അടുത്തത് involuntary unemployment exists if workers will not work at the offered wage, would work at the going wage but cannot find jobs, will not work because the hours are antisocial, are not prepared to move house to get the job. So ഇപ്പോൾ involuntary unemployment exists if workers. So ഇപ്പോൾ involuntary ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യണം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വർക്കർ വിൽ നോട്ട് വർക്ക് അറ്റ് ദി ഓഫേർഡ് വേജ്. അപ്പോൾ ഓഫേർഡ് വേജിന്
എന്ത് ചെയ്യില്ല, ഒരു വർക്ക് ചെയ്യില്ല. അടുത്ത കേസ് വുഡ് വർക്ക് അറ്റ് ദി ഗോയിങ് വേജ് ബട്ട് കനോട്ട് ഫൈൻഡ് ജോബ്. അപ്പോൾ ഓഫേർഡ് വേജിന് വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, ജോബ് ഇല്ല. അടുത്ത കേസ് വിൽ നോട്ട് വർക്ക് ബിക്കോസ് ദി ഹൗസ് ആർ ആന്റി സോഷ്യൽ. സോ വർക്ക് ആന്റി സോഷ്യൽ ആയതുകൊണ്ട് എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. അടുത്ത നോട്ട് പ്രിപ്പയർഡ് ടു മൂവ് ഹൗസ് ടു ഗെറ്റ് ദ ജോബ്, ദെൻ എന്ത് ചെയ്യില്ല. അടുത്തത് എന്തല്ല, ഒരു ജോബ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹൗസിൽ നിന്ന് മൂവ് ചെയ്യാൻ പ്രിപ്പയർഡ് അല്ല. ഇതിനകത്ത് വരുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്. വുഡ് വർക്ക് അറ്റ് ഗോയിങ് ഏജ് ബട്ട് കനോട്ട് ഫൈൻഡ് ജോബ്. സോ ഇപ്പൊ ഇൻവോളണ്ടറി എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് വർക്ക് അറ്റ് ദി ഗോയിങ് വേജ് ബട്ട് കനോട്ട് ഫൈൻഡ് ദി ജോബ്. ഓക്കെ. അടുത്തത് ഇൻ എ മാക്രോ എക്കണോമിക് മോഡൽ വിതൗട്ട് ഫോറിൻ ട്രേഡർ ഓർ ഗവൺമെന്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ദ സം ഓഫ് പേഴ്സണൽ സേവിംഗ് പ്ലസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്, personal saving plus personal consumption and private investment, none of the above. അപ്പോൾ ഒരു മാക്രോ എക്കണോമിക് മോഡലില് ഫോറിൻ വിത്തൗട്ട് ഫോറിൻ ട്രേഡർ ഉണ്ട്. അപ്പോൾ ഒരു മാക്രോ എക്കണോമിക് മോഡലിൽ എന്താണ്, ഫോറിൻ ട്രേഡറോ അതുപോലെ തന്നെ എന്താണ്, ഗവൺമെന്റും ഇല്ല. സോ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് എ സം ഓഫ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്തിന്റെ സമ്മായിരിക്കും, പേഴ്സണൽ സേവിങ്ങിന്റെയും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെയും സമ്മായിരിക്കും, അല്ലെങ്കിൽ പേഴ്സണൽ സേവിങ്ങിന്റെയും പേഴ്സണൽ കൺസംഷന്റെയും സമ്മായിരിക്കും, അല്ലെങ്കിൽ പേഴ്സണൽ കൺസംഷന്റെയും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെയും സമ്മായിരിക്കും, അല്ലെങ്കിൽ നൺ ഓഫ് ദി അബോവ്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പേഴ്സണൽ കൺസംഷൻ ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ. അടുത്തത് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് മീൻസ് ദാറ്റ് aggregate demand dash actual output is less than, equals, is greater than, fluctuates around. So in short run equilibrium, output means that aggregate demand dash actual output. അപ്പോൾ ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തില് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡിനേക്കാളും ആക്ച്വൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ ഈക്വൽസ് ആണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇഫ് ഗവൺമെന്റ് ഇൻക്രീസ് സ്പെൻഡിങ് ആൻഡ് റൈസസ് ടാക്സ് ബൈ ജസ്റ്റ് ഇനഫ് ടു finance this increase, it will leave out unchanged, increase output, reduce output, increase the MPC. സോ ഇപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്തു, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഇൻക്രീസ് ഇൻക്രീസ് എന്ത് ചെയ്യാൻ, സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, അൺചേഞ്ച്ഡ് ആയിരിക്കും. ഇൻക്രീസ് ഔട്ട്പുട്ട്, റെഡ്യൂസ് ഔട്ട്പുട്ട്, ഇൻക്രീസ് ദി MPC. സോ ഇപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇൻക്രീസ് ഔട്ട്പുട്ട്. അടുത്തത് മണി ഹാസ് 3 മെയിൻ ഫങ്ഷൻസ്, ദേ ആർ ഡാഷ് ഡാഷ് ആൻഡ് ഡാഷ്. സോ IOU, inflation hedge, store of value. Medium of exchange, inflation hedge, store of value. Medium of exchange, unit of account, IOU. Medium of exchange, unit of account, store value. അപ്പോൾ മണി എന്ന് പറയുന്നതിന്റെ 3 ഫങ്ഷൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, യൂണിറ്റ് ഓഫ് അക്കൗണ്ട്, സ്റ്റോർ ഓഫ് വാല്യൂ. ഓക്കെ. അടുത്തത് സെൻട്രൽ ബാങ്ക് പ്രിഫർ ടു ഫിക്സ് ഡാഷ് ആൻഡ് അക്സെപ്റ്റ് ദി റിസൾട്ടിംഗ് ഡാഷ്. ഡിമാൻഡ് ഫോർ മണി, ഇൻട്രസ്റ്റ് റേറ്റ്, ഇക്വിലിബ്രിയം മണി സപ്ലൈ. ഡിമാൻഡ് ഫോർ മണി, ഇക്വിലിബ്രിയം മണി സപ്ലൈ. ഇൻട്രസ്റ്റ് റേറ്റ്, ഡിമാൻഡ് ഫോർ മണി. അപ്പൊ സെൻട്രൽ ബാങ്ക് എന്ത് ഫിക്സ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്, ഇക്വിലിബ്രിയം മണി സപ്ലൈ. അടുത്തത് governments may contribute to inflationary pressure on account of building up large dash number of employees, welfare plans, budget deficit, expenditure. Answer option C ആണ്, budget deficit. Possible causes of involuntary employment are a minimum wage agreement, trade unions, scale economies, in
ഇൻസൈഡർ ഔട്ട്സൈഡർ ഡിസ്റ്റിങ്ഷൻ എഫിഷ്യൻസി വേജ് ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ പോസിബിൾ കോസ് ഓഫ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെന്റ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ് ഇൻവോളണ്ടറി എംപ്ലോയ്മെന്റിനെ കുറിച്ച്. സോ അതിന്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി അബോവ് ആണ്. സോ മിനിമം വേജ് അഗ്രിമെന്റ്, ട്രേഡ് യൂണിയൻസ്, സ്കെയിൽ economies, insider outsider distinction, efficiency wage. അടുത്തത് a current account deficit means that a country may dash or reduce its stock of foreign asset, increase its stock of foreign asset, increase its savings, increase its foreign currency reserve. അപ്പോൾ current account deficit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രി ഏതവസ്ഥയിലായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്, reduce its stock of foreign asset. The business cycle describes fluctuations in output around the dash. Trend path of output to recession, short-term fluctuations in output. The answer option A ആണ് വരുന്നത്, reduce its stock of foreign assets. Trend option A, trend path of output. The business cycles describe fluctuations in output around trend path of output. All of the following represent obstacles to LDC development exchange. Resource scarcity, low levels of investment, low population, poor infrastructure, poor human capital. So, less developed countries in the case ആണ് ചോദിച്ചത്. All of the following represent obstacle to less developed countries development except. Answer low population ആണ്. അടുത്തത് import substitution is the replacement of dash by domestic production under the protection of dash. So export subsidies, exports patent, import high traffics or import quota, import subsidy. അപ്പോൾ import substitution is replacement of dash by domestic production under the protection. അപ്പോൾ the answer in option C ആണ് imports. അപ്പോൾ import substitution is replacement of imports by domestic production under the protection of high tariff or import quota. Which of the following is not included in the calculation of national income? Value of annual goods production, value of annual services, value of old goods sold, value of new technology. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത് ആൻസർ വരുന്നത് വാല്യൂ ഓഫ് ഓൾഡ് ഗുഡ്സ് സോൾഡ്. കൺസിഡർ ദ ഫോളോയിങ്. Allotting of share of net proceeds of tax, laying down principles governing grants in aid, looking into the financial relation between the central government and state government. Above mentioned functions are carried out by which among the following? Cabinet Committee of Economic Affairs, National Development Council, Finance Committee, Nidhi Aayog. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, allotting of share of net proceeds of tax, laying down principles governing grant in aid, looking into financial relation between central government and state governments. ആരായിരിക്കും ചെയ്യുന്നത്? ഇതിന്റെ ആൻസർ വരുന്നത് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. അടുത്തത് which among the following committees suggested to establish insurance regulatory authority in India? Chandegar Committee, Malhotra Committee, Rangarajan Committee, Dutt Committee. Answer option B ആണ് വരുന്നത്, Malhotra Committee. Which of the following clearly define stagflation? Constant rate of inflation, low inflation with a high recession, high inflation with a low recession, stagnation and inflation. Which of the following clearly defines stagflation? Answer വരുന്നത് stagnation and inflation ആണ്. Option D ആണ് ആൻസർ. Which international organization releases the Global Forest Assessment Report? UNFAO, World Economic Forum, CITES, International Union of Forest Research Organization.
ആൻസർ വരുന്നത് UNFAO ആണ്. യുണൈറ്റഡ് നേഷൻസ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണ് വരുന്നത്. അടുത്തത് ഹൂ ഡിസൈൻസ് ബാങ്ക് റേറ്റ്സ് ഇൻ ഇന്ത്യ? ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലെ ബാങ്ക് റേറ്റ് നിശ്ചയിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അടുത്തത് ഹൂ ഇസ് ദ കസ്റ്റോഡിയൻ ഓഫ് കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ? ദ പ്രൈം മിനിസ്റ്റർ, ജഡ്ജ് ഓഫ് സുപ്രീം കോടതി, ദി ഫിനാൻസ് മിനിസ്റ്റർ, ദി പ്രസിഡന്റ്. അതിനകത്ത് കണ്ടിജൻസി ഫണ്ടിന്റെ കസ്റ്റോഡിയൻ ആരാണ്? ഓക്കെ, ആൻസർ ആരാണ്? ഇതിന്റെ പ്രസിഡന്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. FEMA stands for Foreign Exchange Merging Act, Foreign Exchange Managed Act, Foreign Exchange Management Act, none of these. FEMA എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, Foreign Exchange Management Act. Human capital can be described as the tool used by worker to enhance productivity, a person's inherited abilities, education, stock of expertise accumulated by a worker. The human capital can be described. അപ്പോൾ human capital എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോ അപ്പോൾ ടൂൾ യൂസ്ഡ് ബൈ വർക്കർ ടു എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി വർക്കർ യൂസ് ചെയ്യുന്ന ടൂളാണോ? പേഴ്സൺസ് ഇൻഹെറിറ്റഡ് എബിലിറ്റീസ്, അപ്പോൾ ഒരു പേഴ്സന്റെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള എബിലിറ്റീസ് ആണോ? എഡ്യൂക്കേഷൻ ആണോ? സ്റ്റോക്ക് ഓഫ് എക്സ്പെർട്ടൈസ് അക്യുമുലേറ്റഡ് ബൈ വർക്കർ, അപ്പോൾ ഒരു വർക്കറിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെർട്ടൈസിന്റെ സ്റ്റോക്ക് ആണോ? ആൻസർ വരുന്നത് എ സ്റ്റോക്ക് ഓഫ് എക്സ്പെർട്ടൈസ് അക്യുമുലേറ്റഡ് ബൈ എ വർക്കർ. അടുത്തത് ഹു ഇസ് ദി ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ? നോമൻ ഇ ബാർലോ, MS സ്വാമിനാഥൻ, കാരി ബക്കർ, ഡോക്ടർ PM ജാ. സോ ഗ്രീൻ റെവല്യൂഷന്റെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. Article 41 of Indian Constitution states that free compulsory education for all children up to 14 years of age, right to education and work, educational and cultural relations with the foreign countries, educational grant for the benefit of Anglo-Indian communities. So Article 41 of Indian Constitution states. Answer option B on right to education and work. Correlation is a statistical tool for discovering and measuring the relationship and expressing it in a brief formula, measuring dispersion, calculation of variation, locating the points around which variable cluster. So for class correlation, correlate ചെയ്യാൻ നമ്മൾ എപ്പോഴാണ് correlate ചെയ്യുന്നത്? എപ്പോഴായിരിക്കും നമ്മൾ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡിസ്കവറിംഗ് ആൻഡ് മെഷറിംഗ് റിലേഷൻഷിപ്പ് ആൻഡ് എക്സ്പ്രസിംഗ് ഇറ്റ് ഇൻ എ ബ്രീഫ് ഫോർമുല. അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പബ്ലിഷ്ഡ് ബൈ UNDP compares countries based on health status, per capita income, education level of the people, all of the above. So അതിന്റെ ആൻസർ ഓപ്ഷൻ എ ഡി ആണ് വരുന്നത്, all of the above. What is meant by sustainable development? Development that meets the need of present without compromising the ability of future generation to meet their own needs. Development that focuses only on economic growth. Development that prioritizes the interest of the elite, none of the above. So ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും? That focus only on economic growth, prioritize the interest of the elite, none of the above. Answer എന്താണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is the reason for a decline in child sex ratio in India? Low fertility rate, female feticide. അടുത്തത് incentives for a boy child from the government, none of the above. So reason for the decline in child sex ratio. Okay, അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഫീമെയിൽ ഫ്യൂട്ടിസൈഡ്. അടുത്തത് Dash is responsible for national income statistics in India? Reserve Bank of India, Central Statistical Office, Niti Aayog report, Planning Commission. Answer Central Statistical Office ആണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. Which of the following article prohibit the
Consumption of intoxicating drinks and drugs. Article 43B, Article 46, Article 47, Article 48. അപ്പോൾ ഇതിനകത്ത് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്, അതായത് കൺസംഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. അപ്പോൾ ഇതിന്റെ കൺസംഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഓപ്ഷൻ സി ആണ് വരുന്നത്, ആർട്ടിക്കിൾ 47. Of the following article deal with the budget in Constitution of India. 110, 111, 112, 114. Budget in Constitution of India 112 ആണ്. ഓപ്ഷൻ സി 112. Who has the power to make laws with respect to residuary subjects? The President, the Parliament, the Prime Minister, the Vice President. അപ്പോൾ residuary powers അതിനകത്ത് എന്ത് അല്ലെങ്കിൽ റെസിഡ്യൂറി സബ്ജക്റ്റിനകത്ത് എന്ത് ചെയ്യുക, ലോ മേക്കാനുള്ള പവർ ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? അതായിരിക്കും ആൻസർ ദി പാർലമെന്റ് ആണ്. ഓപ്ഷൻ ബി. മോർബിഡിറ്റി ഇൻഡിക്കേറ്റ്സ് proneness to fall ill, high infant mortality rate, high maternal mortality rate, low life expectancy. So answer വരുന്നത് proneness to fall ill. അത് index number measures the change in variables or variables over time. True or false? Option A ആണ് വരുന്നത് true. അടുത്തത് the wholesale price index number indicates the change in labor market, general price level, consumer market, stock market. അപ്പോൾ wholesale price index number indicate ചെയ്യുന്നത് എന്തിനകത്തുള്ള ചേഞ്ച് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ജനറൽ പ്രൈസ് ലെവൽ. Sensex is the short form of Bombay Stock Exchange sensitive index with 1978-79 as base. True or false? Sensex എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് ഫോം ഓഫ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫോൾസ്. Dash is the most well-known indicator of inflation. Consumer Price Index, Sensex, NSE, none of the above. Answer Consumer Price Index ആണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. Who proposed the preamble before drafting committee of the Constitution? Jawaharlal Nehru, B.R. Ambedkar, B.N. Rao, മഹാത്മാഗാന്ധി. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് മുമ്പിൽ പ്രിയാമ്പിൾ വേണമെന്ന് പ്രപ്പോസ് ചെയ്തത് ആര്? പി.എൻ. റാവു, അംബേദ്കർ, ഗാന്ധി, നെഹ്റു. ആരായിരിക്കും? ഓപ്ഷൻ എ ആണ് വരുന്നത്, ജവഹർലാൽ നെഹ്റു. Was the first Indian to get elected in House of Commons? Bhigaji Gama, J.R.D. Tata, Dadabhai Naoroji, Dinsha Iwasa. Option C ആണ് വരുന്നത്, ദാദാഭായ് നവറോജി. The universities of Calcutta, Bombay, Madras were established as the outcome of which among the following? The commission report Sir Charles Wood's dispatch, Indian Universities Act, Octo Committee. ഇതിലേത് കമ്മീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ കമ്മിറ്റിയുടെ ഒരു ഔട്ട്പുട്ടിന് ഭാഗമായിട്ടാണ് കൽക്കത്ത, ബോംബെ, മദ്രാസ് ഇവിടെയൊക്കെ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സർ ചാൾസ് വുഡ്സ് ഡിസ്പാച്ച്. അടുത്തത് who among the following was Viceroy of India when the revolt 1857 occurred? Lord Dalhousie, Lord Canning, Major, or William Taylor, or John Howard? ഇതിന് ആൻസർ വരുന്നത് ലോർഡ് കാനിങ് ആണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. Who wrote the song Sare Jahan Se Acha Hindu Sada Hamara? Ram Prasad Bismin,
Muhammad Iqbal, Ashfaqullah Khan, Sahir Luthiani. Answer option B ആണ് Muhammad Iqbal. According to HDR 2023, India's HDI value for 2022 is 0.644, 0.733, 0.544, 0.675. Answer option D. Option A ആണ് വരുന്നത് 0.644. Between 1990 and 2022, India's HDI value changed from 0.4342, 0.712, 0.534, 0.257, 0.644. Answer option D ആണ് വരുന്നത് 0.644. Between 1990 and 2022, India's expected years of schooling changed between 3.1 years, 4.6 years, 5.5 years, and 0.9 years. Answer വരുന്ന ഓപ്ഷൻ ബി ആണ് 4.6 years. India's Gender Development Index GDI values in 2022 is 0.744, 0.6633, 0.544, 0.852. Answer option B ആണ് 0.633. Sorry, 0.6633. Other Gender Social Norms Index GSNI assesses the impact of social beliefs on gender equality, political position, educational status, social belief, family status. Answer option C ആണ് social belief. Multidimensional poverty index covers dash indicators covering health, education, and standard of living. 17, 10, 3, 4. Option B 10 ആണ് വരുന്നത്. അടുത്ത question, Sustainable Development Goals SDGs cover dash indicators. 4, 10, 15, 17. ഇതിന് ആൻസർ വരുന്നത് 17 ആണ്. Dash is the CEO of Niti Aayog India, VM Rao, Prime Minister Urjita Patel, BVR Subramaniam. സോ അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. സോ ഇതിന്റെ ആൻസർ നിധി ചിബ്ബറാണ്. 2026 ഫെബ്രുവരി ചാർജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Reserve Bank of India was established in 1935, 1951, 1947, 1857. Reserve Bank ഏത് വർഷം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു? ആൻസർ 1935 ആണ്. Rational people act only when the marginal benefit of action exceed the marginal cost. True or false? Answer option A ആണ് true. If an economy were experiencing substantial unemployment, the economy is producing inside production possibilities frontier. True or false? Answer option A ആണ് true. An advance in production technology would cause production possibility curve to shift outward. False. True. അപ്പോൾ എന്താണ്, ടെക്നോളജിയിലുള്ള അഡ്വാൻസ്മെന്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ഔട്ട്വേർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ട്രൂ ഓർ ഫോൾസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ് ട്രൂ. Most economies believe that tariffs and import quotas usually reduce general economic welfare. True or false? Answer option A ആണ് true. Economic growth is depicted by a shift in production possibilities frontier outward, a movement from inside the curve toward the curve, a shift in production possibility frontier outward, a movement along a production possibility frontier outward. Capital goods.
Consider option A, a shift in production possibilities frontier outward. Comparative advantage, not absolute advantage. Determine the decision to specialize in production. False or true? Comparative advantage, not absolute advantage, determines the decision to specialize in production. Option B, true. In Keynesian view, the price level A dash. In neoclassical view, the price level is B. A endogenous, B exogenous. A exogenous, B endogenous. A relevant, B irrelevant. A irrelevant, B irrelevant. Answer option A ആണ് വരുന്നത്. A endogenous, B exogenous. Dividing nominal wage by labor productivity yields real unit labor cost, nominal unit labor cost, total factor productivity, labor share of total income. Dividing nominal wage by labor productivity, wage by labor productivity ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് നോമിനൽ യൂണിറ്റ് ലേബർ കോസ്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. What is a problem of central bank has to face when setting interest rate? അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് സെറ്റ് ചെയ്യുമ്പോൾ റിസർവ് ബാങ്ക് നേരിടുന്ന പ്രശ്നം. Setting interest rate is unproblematic. It has to fix exchange rate too. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എക്സ്ചേഞ്ച് റേറ്റും കൂടെ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഫിക്സ് ചെയ്യണം. ഇറ്റ് മസ്റ്റ് വിഡ്രോ ഫോമൽ ലോൺസ്. അപ്പോൾ ഫോമൽ ലോൺസ് എന്ത് ചെയ്യണം, വിഡ്രോ ചെയ്യണം. അടുത്തത് ഇറ്റ് സപ്ലൈ ഓൾ ഡിമാൻഡഡ് ലിക്വിഡിറ്റി. ആൻസർ വരുന്നത് ഇറ്റ് മസ്റ്റ് സപ്ലൈ ഓൾ ഡിമാൻഡഡ് ലിക്വിഡിറ്റി. അടുത്തത് ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഈച്ച് സെല്ലർ ഹാസ് നെഗ്ലിജിബിൾ ഇമ്പാക്ട് ഓൺ ദ മാർക്കറ്റ് പ്രൈസ്. ട്രൂ ഓർ ഫോൾസ്? അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണ് വരുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷനുള്ള മാർക്കറ്റ് ആണ്. അവിടെ ഈച്ച് സെല്ലർ ഹാസ് എ നെഗ്ലിജിബിൾ ഇമ്പാക്ട്. അപ്പോൾ അവിടെ എന്താണ്, ആർക്കും എന്തില്ല, അധികം ഇമ്പാക്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ട്രൂ ആണോ ഫോൾസ് ആണോ? കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണ്, പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണ് വരുന്നത്. ആൻസർ വരുന്നത് ട്രൂ ആണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഒരു സെല്ലറും എന്തായിരിക്കില്ല, അവർക്ക് മാർക്കറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. The law of supply states that an increase in the price of a good increase the quantity supplied of that good along its supply curve. True or false? So, increase in price of a good increase quantity supplied that good along its supply curve. The answer is true ആണ്. Gini coefficient measures poverty, unemployment, inequality, national income. So option C ആണ് inequality. First Indian governor of RBI, Y.V. Reddy, C.D. Deshmukh, Dr. John Mathai, B.N. Adarkar. So option B ആണ് C.D. Deshmukh. Dash is not an example of central bank. Reserve Bank of India, Federal Reserve, the Bank of India, the Bank difference. Thank you. Answer the Bank of India. Immeasurizing growth is a theoretical situation first proposed by Dash in 1958. Amartya Sen, Karl Marx, Jagdish Bhagwati, M.K. Gandhi. Answer the Bank. Jagdish Bhagwati. India dissolved Planning Commission in 2000, 1991, 2014, 2021. So option C ആണ് വരുന്നത് 2014. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യ ഡിസോൾവ് ചെയ്ത വർഷം 2014. General Agreement on Trade in Service is related to WTO, UNESCO, WHO, WIPO. Answer option A ആണ് WTO, World Trade Organization. India introduced
GST in 1st July 2017, 1st March 2015, 1st January 2016, 1st January 2017. Sorry, August 2017. Answer option A, 1st July 2017. അപ്പോൾ ഇന്ത്യ GST ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2017 ജൂലൈ 1. Grameen Bank is a microfinance specialized family development bank founded in Bangladesh by Dash Sheikh Hasina Muhammad Yunus, Ibrahim Yunus, none of the above. Grameen Bank is a microfinance specialized community development bank founded in Bangladesh by Answer Muhammad Yunus. Option B. India introduced Kisan credit card system in 1978, 1998, 1988, 2008. Answer 1998. Dash is also known as the father of Indian statistics. P.C. Mahalanobis, V.K.R.V. Rao, V.M. Tandekar, A.M. Khusro. Answer option A. P.C. Mahalanobis ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ്. The agreement on trade-related aspects of intellectual property rights is a part of Dash WTO, UNESCO, World Intellectual Forum, International Court. Answer option A, WTO. The first official census was conducted in the year 1891, 1921, 1781, 1881. Answer option D, 1881. The first edition of SDG, Sustainable Development Goal, India Index was launched in Dash Niti Aayog. January 1st, 2014, August 15, 2021, March 31st, 2017, December 2018. Answer option D, December 2018. Governors of states in India are appointed by the President, Chief Minister, Chief Justice, Prime Minister. അപ്പോൾ സ്റ്റേറ്റ് ഗവർണേഴ്സിനെ നിയമിക്കുന്നത് ആര്? Answer option A, the President. According to Census of India 2011, Dash marked the highest sex ratio rate in India. Tamil Nadu, Punjab, Kerala, Karnataka. Answer Kerala, option C. The non-cooperation movement was launched on August 1, 1920 by Subhash Chandra Bose, Mahatma Gandhi, Bhagat Singh, Sardar Patel. Answer option B, Mahatma Gandhi. The mission of Unnat Bharat Abhiyan is to empower girls in schools, empower women through SHGS, enable higher educational institutions to work with the people of rural India, enable local government to negotiate with other governments. So Commission Unnat Bharat Abhiyan is ഈ ഒരു പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Answer option C ആണ് enable higher educational institutions to work with the people of rural India. Okay. അടുത്തത് the indifference curve is convex to origin. True or false? Answer true ആണ്. അടുത്തത് the distribution of a burden of paying tax is called sharing of tax burden, shifting of the tax, incidence of a tax capitalization. Answer option C, incidence of a tax. Dash is the rate at which Reserve Bank of India lends money to commercial banks or financial institutions in India. അപ്പോൾ റിസർവ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മണി ലെൻഡ് ചെയ്യുന്ന റേറ്റിനെ പറയുന്ന പേര് ഇൻട്രസ്റ്റ് റേറ്റ്, റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്. എന്താണ് ആൻസർ ഓപ്ഷൻ സി, ബാങ്ക് റേറ്റ്. ഓക്കെ. സോ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ 400 മാർക്കിന്റെ ഒരു എക്സാം ആണ്. 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ള സമയം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്തത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ ഏപ്രിൽ 2025-ലേതാണ്. 24-ലെ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ ഈ ഒരു എക്സാം എഴുതുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക.
എന്ത് ചെയ്യുക, എത്ര സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ, സോ നിങ്ങളുടെ വീക്ക് ഏരിയസ് എന്ത് ചെയ്യാം, സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഒരു പക്ഷേ വീഡിയോ യൂസ്ഫുൾ ആയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന, അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെർട്ടിക്കുലർലി ഏതെങ്കിലും സബ്ജക്റ്റിന്റെ അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്താൽ മതി. സോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.